DMSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെയിൽ കൊള്ളാനിരുന്നത് കേട്ടോ കുറച്ച്. ഇപ്പം സമയം ഒരു 7:30 8 ആയി. നല്ല വെയിൽ വന്നു, പക്ഷെ എന്നാലും കൂളായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോത്തഗിരി എത്തി, രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നൈറ്റ് ഒരു 9:30 10 ആയി റീച്ച് ആവുമ്പോൾ. പക്ഷെ ഇന്നലെ രാവിലെ നൈറ്റൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമുക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ വൈൻഡപ്പ് ചെയ്തത് വർത്താനം പറയാൻ പറ്റാതെയായിരുന്നു. ഇവിടുന്ന് കുറച്ചൊരു 5 കിലോമീറ്ററിലാണ് ഞാൻ വൈൻഡപ്പ് ചെയ്തത്. അതെന്താ വെച്ചാൽ ഭയങ്കര തണുപ്പ്, അത് കൂടാതെ ഭയങ്കര കാറ്റും. ഈ തണുപ്പിന് കാറ്റും കൂടെ അടിക്കുമ്പോൾ ഇങ്ങനെ ഫ്രീസ് ആവണ പോലെ ആയിരുന്നു. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം രാവിലെ വെയിൽ ഉദിച്ചപ്പോൾ കുറച്ച് മാറ്റമുണ്ട്, എന്നാലും ചൂടിൻ്റെ ഒരു അംശമൊന്നുമില്ല. അത് കാറ്റടിക്കുന്നതുകൊണ്ട് തണുപ്പുണ്ട്, കൺട്രോൾ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ, ഞാൻ ഫസ്റ്റാണ് കോത്തഗിരി ഇന്ന് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ചുറ്റും എന്തൊക്കെയൊക്കെയോ കാണാനുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് കാണാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് ഗരുഡ റിസോർട്ടാണ് കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര ലക്ഷറി ഒന്നും അല്ല, പക്ഷെ നല്ല അധികം റഷൊന്നുമില്ല, നല്ല കാമായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഇടമാണ്. നിങ്ങൾ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഭയങ്കര ശരിക്കും നമ്മളൊരു 2 നില വീടില്ലേ, അങ്ങനെ ഒരു വീടാണ്. ഒരു 4 BHK വീടാണ് ഇത് ആക്ച്വലി. പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റൂമൊക്കെ നല്ല നല്ല എലഗൻ്റ് ആണ്. പിന്നെ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല സർവീസാണ്. ഫുഡും എടുത്തു പറയേണ്ടതാണ്. നൈറ്റ് ഫുഡ് കഴിച്ചൊക്കെ സൂപ്പറായിരുന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണതേ ഉള്ളൂ. കാരണം നമ്മൾ ആ തണുപ്പിന് വരുമ്പോൾ ഇങ്ങനെ ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. കറിയാണെങ്കിലും എല്ലാം. ഇപ്പം രാവിലെ ദോശയും ഉപ്മ ആണെന്ന് പറഞ്ഞത്, കഴിക്കാൻ പോണതേ ഉള്ളൂ. അതെ, എല്ലാം സർവീസ് ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നീറ്റ്നെസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എല്ലാം സൂപ്പറാണ്. അപ്പോൾ കോത്തഗിരി വരുന്നവരാണെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഇനി സ്ഥലങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പം നമുക്ക് കാറ്റടിക്കുമ്പോൾ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ എപ്പോഴും. അപ്പം നിങ്ങളെ ഞാൻ എന്തായാലും ഫസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതാണ് റൂം. 2 വലിയൊരു ഇത് ബാൽക്കണി അല്ല കേട്ടോ, വിൻഡോ കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ് വിൻഡോ. ഇതിൽ നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കയറി കഴിയുമ്പോൾ ഇങ്ങനെ കയറി വന്ന പാടും ഇവിടെ ഇങ്ങനെ ഒരു കുട്ടി ബാഗ് വെക്കാനോ ഇരിക്കാനോ ഒക്കെ ഒരു ചെറിയ ഇങ്ങനൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ഹെഡർ ബോക്സ്. ഇതാണ് നമ്മുടെ ബെഡ്. കണ്ടോ, ഇങ്ങനെ നല്ലൊരു എലഗൻ്റ് ഇല്ലേ കാണാൻ ഇങ്ങനെ. പിന്നെ ഇവിടെ ഈ സൈഡിലും ഒരു ഹെഡർ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ദിവാൻ കൊടുത്തിട്ടുണ്ട്. എവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങാം കേട്ടോ, നല്ല സുഖമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സമയം ഇവിടെ കിടന്നായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പുണ്ട്. ആക്ച്വലി ഇവിടെ AC കാര്യങ്ങളും ഒന്നുമില്ല കണ്ടോ, AC ഇല്ല, ഈ ഫാനേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഒരു മിനിറ്റ് പോലും ആ ഫാനൊന്നും ഓണാക്കിയില്ല, കാരണം ഓണാക്കേണ്ട ആവശ്യം വരുന്നില്ല, അത്ര തണുപ്പുണ്ട്. ഇങ്ങനെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് നമുക്ക് റെഡി ആവാനൊക്കെ. ഈ ഡോറ് കാണുന്നത് ബാൽക്കണിയിലേക്കുള്ളതാണ് കേട്ടോ, അത് ഞാൻ കാണിക്കാം. പിന്നെ ഈ സൈഡ് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ടോയ്ലറ്റ് ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്, ഭയങ്കര നീറ്റാണ്. ഒരു വാഷ് ബേസ് ഇവിടെ ഇങ്ങനെ ഒരു വാഷിംഗ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ നല്ല വ്യൂ അല്ലേ. ഇതാ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ തന്നെ സൂപ്പറല്ലേ. അതേപോലെ ഈ സൈഡിലും ഇവിടെ TV വരുന്നുണ്ട് കേട്ടോ. ഓണൊന്നും ചെയ്തൊന്നുമില്ല, അങ്ങനെ പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ TV ഒന്നും ഓൺ ചെയ്യാറില്ല. ഈ സൈഡിൽ അതേപോലൊരു വലിയ ഗ്ലാസിൻ്റെ വിൻഡോ വരുന്നുണ്ട്.
കണ്ട പുറത്തൊക്കെ ഒരു സൈസ് ഒരു കാറ്റാണ് ഫുള്ള്. അയ്യോ ഇവിടെ കണ്ടോ, ഇതൊരു സ്കൂളാട്ടോ. ചുറ്റും നമ്മുടെ റിസോർട്ടിൻ്റെ ചുറ്റും കണ്ട തേയിലത്തോട്ടങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോക്ക് തുറക്കുമ്പോഴേ ചൂട്. ഒരു ബാൽക്കണി. നമ്മളിപ്പോൾ മൂന്നാറെല്ലാം പോയിട്ട് സ്റ്റേ ചെയ്യുന്നതല്ലേ, ചുറ്റും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കുറച്ചിങ്ങനെ ഒന്ന് വിട്ടിട്ടായിരിക്കും. ഇത് നമ്മുടെ തണ്ട റിസോർട്ടിനോട് തണ്ട ചേർന്ന് ഇങ്ങനെ റൗണ്ടില് തേയിലത്തോട്ടാട്ടോ. സൈഡിൽ ഇതുണ്ട്, സൈഡിലൊക്കെ ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ നല്ലൊരു കാമായിട്ടുള്ള, അധികം റഷൊന്നും ഇല്ലാത്ത നല്ലൊരു റിസോർട്ടാണ്, നല്ലൊരു ഏരിയ. നൈറ്റ് വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ ഇതിൻ്റെ, ഇന്നലെ രാത്രി എടുത്തത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഒരു 11-11:30 ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ സമയം കാണുന്നുണ്ടോ, 2 മണിയായി. അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. നെറ്റിലിങ്ങനെ നോക്കും, ഒരുപാട് ദൂരം പോണില്ല, അടുത്തടുത്ത് എന്തൊക്കെ സ്ഥലങ്ങളുണ്ടോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞങ്ങൾ ഇവരോട് ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 11-11:30 ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും ലേറ്റായി. ഇവരോട് ഓൾറെഡി വേണ്ടാന്നും പറഞ്ഞല്ലോ. അപ്പോൾ പോണ വഴിക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഇറങ്ങാം. ഈ നടത്തും ബിൽഡപ്പ് എല്ലാം കണ്ട് നിങ്ങൾ വിചാരിക്കും ഞാനാ വണ്ടി ഓടിക്കുന്നത്. ഒരിക്കലുമല്ല, ഇതെല്ലാം വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ മാത്രമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് കിട്ടി. നല്ലതാണോന്നൊന്നും അറിയില്ല. കാണാൻ ഈ ഏരിയയിൽ വെച്ചിട്ട് കാണാനൊരു ചന്തം തോന്നുന്നുണ്ട്. റഷും ഉണ്ട് കേട്ടോ അത്യാവശ്യം. പാർക്കിംഗ് ഫുള്ളാണ്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഫുഡ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നിർത്തിയില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഈ സൈഡ് വ്യൂ ഇങ്ങനെ കണ്ടുപോകാൻ തന്നെ നല്ല രസമാട്ടോ. നോക്കിയാൽ ആ കാർമേഘവും ആ മലകളൊക്കെ കാണാൻ നല്ല ബ്യൂട്ടി അല്ലേ. അപ്പോൾ തോന്നി ഒന്ന് സൈഡാക്കാമെന്ന്. എവിടെ പോയാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും അത് പതിവുള്ള കാര്യം. അപ്പോൾ തോന്നി ഇവിടെ നല്ല സ്ഥലമാണ്, കുറച്ച് എടുക്കാം നേഴ്സങ്ങൾ നിർത്തിയതാട്ടോ. പക്ഷെ കാറ്റ് ജന്മം ചെയ്താലും സമ്മതിക്കുന്നില്ലായിരുന്നു. நம்ம 4 பேரும் செல்ஃபி வந்தீங்களா? അതാ കൂപ്പിട്ടേ, നീங்க வரவே இல்ல. നീ ഏട്ടൻ വരാത്തോണ്ട് എല്ലാരും എത്ര വിളിച്ചു. நான் உங்களை எடுத்துட்டு കോത്തഗിരി ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഈ ലാൻഡ് സ്ലൈഡ് അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ഒരു പ്രോബ്ലം ആട്ടോ.
അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ കണ്ടോ അവരിങ്ങനെ നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ പുല്ല് വളർത്തുന്നതാണ്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ കുരങ്ങും കുഞ്ഞുങ്ങളും കുരങ്ങന്മാരും ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറുന്നത് കണ്ടോ. നല്ല രസമില്ലേ കാണാൻ. ഈ കോത്തഗിരിയിലുണ്ടല്ലോ ഒന്നില്ലെങ്കിൽ തേയിലത്തോട്ടം അല്ലെങ്കിൽ ഇങ്ങനെ വീട് വരുമ്പോഴുണ്ടല്ലോ മുട്ടി 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 ഒരു സൂചി കുത്തടവില്ലാതെ വീടുകളായിരിക്കും കണ്ടോ. എന്തോരം നോക്കി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച്. പിന്നെ ഈ റോഡ് കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ കിലോമീറ്ററുകളോളം ഒരു വയലറ്റ് പൂവായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്നറിയോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നമ്മുടെ കോത്തഗിരി എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റിൽ നീൽഗിരീസ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ കൂടുതലും കാണാനുള്ളത് ഈ തേയിലത്തോട്ടങ്ങൾ ഈ വ്യൂവും തന്നെയാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റും. പിന്നെ നല്ല കാറ്റും. നമ്മുടെ മൂന്നാറും അതേപോലെ വാഗമൺ, ഊട്ടി ഇതേപോലെ തന്നെയാണ് നമ്മുടെ കോത്തഗിരിയും വരുന്നത്. ദിനു അങ്കിൾ ആൻറ്റി എല്ലാം ഫോട്ടോ എടുക്കുക. ഞാൻ ഇറങ്ങിപ്പോയി, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നേ ഇല്ല. ഭയങ്കര തണുപ്പ്. തണുപ്പിനേക്കാളും കാറ്റ് കണ്ടോ. ആൻറ്റിയുടെ ഡ്രസ്സൊക്കെ പറഞ്ഞുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര കാറ്റ്. ഈ തണുപ്പിനൂടെ കാറ്റും കൂടെ ആകുമ്പോൾ എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നേ ഇല്ല. അപ്പോൾ അങ്കിള് എന്നെ കാറിലാക്കിയിട്ട് ഹീറ്റ് ആക്കി തന്നു. ഇത് ആൻറ്റി വിളിക്കുന്നുണ്ട്, ഇറങ്ങി അങ്ങനെ ഇരിക്കണ്ടെന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ. വ്യൂ കാണിക്കാൻ കാണുന്നുണ്ടോ? അല്ല സൂപ്പർ വ്യൂ, പക്ഷെ നിക്കാൻ പറ്റൂലെന്നേ ഉള്ളൂ. ഇപ്പോ எங்க வந்தாலும் அப்படின்னா നമ്മിപ്പോ കൊടനാട് വ്യൂ പോയിന്റിലാണ് ഉള്ളത്. കോത്തഗിരി കൊടനാട് വ്യൂ പോയിന്റ്. അയ്യോ ഭയങ്കര തണുപ്പും കാറ്റും. നമുക്കിതിന് ഒരു കൂടാരം പോലെ ഇങ്ങനെ ഉണ്ട്. നമുക്ക് മേലെ പോയിട്ട് നോക്കാം. ഇതാ ഇങ്ങനെ കോണിപ്പടി ഉണ്ട് കേട്ടോ മേലേക്ക് കയറി പോവാൻ. കാറ്റുകൊണ്ട് പറത്തി കൊണ്ടുപോവാ, അത്ര കാറ്റാ. പിന്നെ ഒരു പഴയ ബിൽഡിങ്, ഒരു ഫ്ലോറ് നമുക്കിങ്ങനെ വ്യൂ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് 40 രൂപ ചാർജ് ഉണ്ട് കേട്ടോ, വെഹിക്കിളിന് വേറെ 40. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല. ഇതിൻ്റെ താഴെ കൂടെ നമുക്ക് നടന്നു പോയിട്ട് ഇങ്ങനെ കുറച്ച് ഇറങ്ങാൻ പറ്റുന്ന പോലെയോ എന്തോ ഒരു സ്ഥലം കൂടി ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയി നോക്കാം. നല്ല രസമുണ്ടെന്ന് തോന്നുന്നു, പോയി നോക്കാം. ഇവിടെ സൂപ്പറാട്ടോ. നോക്ക് എന്ത് രസമാണ്. അയ്യോ എന്ത് കാറ്റാന്നറിയോ. പുറകില് കുറച്ച് പേര് വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര റഷ് ഒന്നും പറയാനില്ല. ചില വീക്ക് ഡേയ്സ് ആയിരിക്കും. മേലേക്ക് നോക്കാം. ഈ രണ്ടാമത് തുള്ളിപ്പോകുന്നത് എന്താണെന്നറിയോ, ഞാൻ ഓൾറെഡി മേലെ കയറി വന്നായിരുന്നു. ഏട്ടന് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങളുടെ കൂടെ വന്നില്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഒന്നും കൂടെ കമ്പനി കൊടുത്ത് മേലേക്ക് പോകുന്ന ഏട്ടേ കാണുന്നത്. അയ്യോ ശ്വാസം കിട്ടുന്നില്ല. തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ വന്നു. വേറെ എവിടെയും പോയില്ല. ഞാൻ കാരണം കേട്ടോ പോകാഞ്ഞത്. ഈ ഭയങ്കര തണുത്ത കാറ്റ് പറഞ്ഞാൽ നമ്മിങ്ങനെ നിന്നെടുത്ത് ഇങ്ങനെ ബാക്കോട്ട് പോകും. അത്ര ശക്തിയിൽ തണുപ്പ് കാറ്റ് അതടിച്ചടിച്ച് എനിക്ക് ഭയങ്കര തലവേദന സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേറെ സ്ഥലത്തൊന്നും പോയില്ല, നേരെ റിസോർട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും തരാം.